ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജസ്ന. ഞാൻ കൊല്ലം ജില്ലയിലെ പുത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി ഇവിടെ വരുന്നത് ഫെബ്രുവരി 1, 2023 ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നത്, എൻ്റെ ലെഫ്റ്റ് ഓവറിയിൽ ഒരു ബിഗ് ഒവേറിയൻ സിസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ഒക്ടോബറിലാണ് കണ്ടുപിടിച്ചത്. ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ജനുവരിയിൽ സ്കാൻ ചെയ്തപ്പോൾ അതിന് സിസ്റ്റിൻ്റെ സൈസ് വളരുന്നതായിട്ട് കണ്ടു. അങ്ങനെ ആദ്യമേ 7 സെൻറ്റിമീറ്റർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് ഇങ്ങനെ വളർന്ന് 8, 9, 10 അങ്ങനെ വളരാൻ തുടങ്ങി. അങ്ങനെ ഫെബ്രുവരി ആയപ്പോഴത്തേക്ക് വന്ന് ഉടമ്പടി എടുത്തിട്ട് പോയതിന് ശേഷം ഞാൻ പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങി, ബൈബിൾ വായിക്കാൻ തുടങ്ങി. മാതാവിനോട് കൂടുതൽ അടുക്കും തോറും എനിക്ക് വേദനകളായിരുന്നു ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്നത്. ഓരോ തവണയും 2 തവണ ഞാൻ അങ്ങനെ ഫെബ്രുവരിയിൽ തന്നെ 2 തവണ ഞാൻ അഡ്മിറ്റായി. ശേഷം സ്കാൻ ചെയ്തപ്പോൾ 11 സെൻറ്റിമീറ്റർ 12 സെൻറ്റിമീറ്റർ പെട്ടെന്ന് വളർന്നു. അപ്പോഴും ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു, ചിലപ്പോൾ ഇത് ഓപ്പറേഷൻ ചെയ്യാനായിരിക്കും മാതാവിൻ്റെ ഇഷ്ടം, എങ്കിൽ അങ്ങനെ നടക്കട്ടെ. അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചു, മാതാവിൻ്റെ ഇഷ്ടം എന്താണോ അത് നടക്കട്ടെ എന്ന്. അങ്ങനെ പെട്ടെന്ന് മാർച്ച് 13 പെട്ടെന്നൊരു വേദന വന്നു. അതിനെ തുടർന്ന് ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്തപ്പോഴത്തേക്ക് ഓവറി ട്വിസ്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ മാർച്ച് 13 എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. മാതാവ് എനിക്ക് വേറെ കോംപ്ലിക്കേഷനൊന്നും ഇല്ലാതെ സർജറി ചെയ്തു. അതിനുശേഷം ഉണ്ടായ വേദനകൾ വരാറുണ്ടായിരുന്നു. എനിക്ക് വയറുവേദന വരാറുണ്ടായിരുന്നു. ശേഷം ഛർദിൽ വരും. അപ്പോഴെല്ലാം എൻ്റെ വിശ്വാസം ചില സമയത്ത് നഷ്ടപ്പെട്ടു പോകാറുണ്ട്. പക്ഷേ എന്നെക്കാട്ടി വിശ്വാസം എൻ്റെ അമ്മയ്ക്കായിരുന്നു. അമ്മ പറയും, മോളെ നീ വിശ്വാസ പ്രമാണം ചൊല്ല്, വെഞ്ചരിച്ച ഉപ്പും വെഞ്ചരിച്ച തൈലവും എടുത്ത് പ്രാർത്ഥിക്കാൻ പറയും. അങ്ങനെ പ്രാർത്ഥിച്ചു, വയറിൽ എണ്ണ തടവി പ്രാർത്ഥിച്ചു. അതേപോലെ ഛർദിൽ വരുമ്പോൾ നാവിൽ ഉപ്പ് വെച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഉണ്ടാകുന്ന ആ ചെറിയ ചെറിയ അസ്വസ്ഥതകൾ പോലും മാറാൻ തുടങ്ങി. അങ്ങനെ 2 ആഴ്ചകൾക്ക് ശേഷം ബയോപ്സി റിപ്പോർട്ട് മേടിക്കാൻ ഹോസ്പിറ്റലിൽ പോയി.